അങ്ങനെ ദേ ഓണം എത്തി. അങ്ങനെ ദേ വരയ്ക്കാൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും അമ്മച്ചീച്ചിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അറിയത്തില്ലായിരുന്നു. ഇത്തവണ ഇത് ഫുൾ ചെയ്ത ഞങ്ങൾ രണ്ടുപേരുമാണ്. പൂവൊക്കെ നുള്ളുന്നതായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ ഡ്യൂട്ടി. ഇപ്പോൾ ദേ രണ്ടും ഞങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്മുച്ചേച്ചി ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മുന്തിരിയൊക്കെ തിന്നുകൊണ്ടാക്കിയിരുന്നു. അത് പിന്നെ വരയ്ക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഇരുന്നായി കിടന്നായി വരാം. അവസാനം കഴിഞ്ഞു. ഇത് വെറും പ്രഹസനമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതാണ്, മടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൂവൊക്കെ വാരി എറിയുന്നുണ്ട്, താഴ്ത്തുപോയി അതിപ്പടി തന്നെ ഞാനെടുത്തു. പിന്നെ ഞാനത് വെക്കുകയും ചെയ്തു. പിന്നെ പൂവിടാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് പച്ച ഇല്ലാത്തതുകൊണ്ട് പച്ച കളർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ റോസാപ്പൂ കുറവായതുകൊണ്ട് റോസാപ്പൂ ഓരോ ഇതളും പിച്ചിട്ട് ഓരോന്ന് നിരത്തി വെക്കുമായിരുന്നു. പൂ കുറവായിരുന്നു. അച്ഛൻ പറഞ്ഞ കുഞ്ഞതിടാനാണ്, ഞാൻ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. അതിൽ ഒത്തിരി പോരായ്മകളുണ്ട്, എന്നാലും ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് ഓണത്തിൻ്റെ